ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് വെള്ളരിക്കുണ്ടാണ്. കർഷകനും കാർഷിക വൃത്തിയും വളരെ പ്രയാസത്തോടെയാണ് കാലങ്ങൾ കഴിച്ചു നീക്കുന്നത്. കാർഷിക മേഖല പൂർണ്ണമായും തകർന്നിരിക്കുന്നു. വന്യജീവി സംഘർഷങ്ങൾ കൂടി പതിവായതോടെ കാർഷിക മേഖലയും കർഷകനും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കാർഷിക മേഖല സമ്പന്നവും സമൃദ്ധവുമായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് കാർഷിക മേഖലയിലെ ചിലവുകൾ കഴിച്ച് നീക്കി ബാക്കി പൈസ ഉണ്ടാക്കുവാൻ കർഷകന് സാധിച്ചിരുന്നു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ കാർഷിക മേഖലയിലേക്ക് ഒരു വലിയ ശതമാനം ആളുകളും പൂർണ്ണമായി താല്പര്യപ്പെട്ട് കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്ക് മാറ്റം വന്നു. കൃഷിയിൽ എത്ര പണം മുടക്കിയാലും അവസാനം നഷ്ടത്തിലേക്ക് കലാശിക്കൂ എന്നൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതിന് പ്രധാനമായ കാരണം കാർഷിക മേഖലയ്ക്ക് സർക്കാർ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നുള്ളതാണ്. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി ന്യായമായൊരു വില ലഭിക്കുമെന്ന് സർക്കാരിന് ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല. ഒരു വർഷം വിലയുണ്ടെങ്കിൽ പിന്നെ ഒരു 4-5 വർഷത്തേക്കിന് വിലയില്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നാളികേര കർഷകർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഉൽപ്പാദനം കുറവ്, ഉൽപ്പാദനത്തിന് ലഭിക്കുന്ന വില തുച്ഛമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നാളികേര കർഷകർ ആ മേഖലയിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യമുണ്ടായി. നാളികേരത്തിന് സംരക്ഷണം കൊടുക്കാതെ, വളം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അവർ ആ മേഖലയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം. അങ്ങനെ വന്നപ്പോൾ കേരളത്തിൽ നാളികേരത്തിൻ്റെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നാളികേരത്തിന് വില കൂടി, പക്ഷേ നാളികേര ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും ചെയ്തു. അതുകൊണ്ട് വില കൂടിയതിൻ്റെ യാതൊരു പ്രയോജനവും കർഷകന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് റബ്ബറിൻ്റെ സ്ഥിതി. റബ്ബറിന് ഒരു കാലത്ത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ന്യായമായൊരു വില ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വില അല്പം മെച്ചപ്പെട്ടു. 180-185 രൂപ വില ലഭിക്കുന്നുണ്ട്. പക്ഷേ 1 കിലോ റബ്ബറിൻ്റെ ഉൽപ്പാദന ചെലവ് റബ്ബർ ബോർഡ് കണക്കാക്കിയിരിക്കുന്ന 220 രൂപയാണ്. 220 രൂപ ഉൽപ്പാദന ചെലവുള്ള റബ്ബറിന് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് 185 രൂപയാണ്. എന്ന് പറഞ്ഞാൽ കർഷകൻ ആ മേഖലയിലും നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകന് ഇടക്കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉൽപ്പാദന ബോണസ് നൽകിക്കൊണ്ട് കർഷകനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. 95 രൂപ വരെ വില താഴ്ന്ന സമയത്ത് 150 രൂപ തറവില നിശ്ചയിച്ചുകൊണ്ട് റബ്ബർ സംഭരിക്കുന്നൊരു സംവിധാനം കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചും വളരെ ഗുണകരമായിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു സാഹചര്യം ഇന്നില്ല. വില പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും, തറവില പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അത് പാലിക്കുവാനോ ആ വിലയ്ക്ക് സംഭരിക്കുവാനോ ഉള്ള സംവിധാനങ്ങളൊന്നും ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് തന്നെയല്ല, പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയല്ലാതെ ഉൽപ്പാദന ബോണസ് കൊടുത്തിട്ട് വർഷങ്ങളായി കൊടുക്കാൻ ഇന്ന് സർക്കാർ തയ്യാറാവുന്നുമില്ല. ഈ രീതിയിൽ കാർഷിക മേഖലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളത്തിൻ്റെയും മറ്റും വില ഗണ്യമായി കൂടി, അതിനനുസരിച്ച് ഉൽപ്പാദന ചെലവ് കൂടി, അതിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ കാർഷിക മേഖല നഷ്ടത്തിലേക്ക് മാറുകയും തൽഫലമായി പുതിയ തലമുറ കൃഷിയിൽ നിന്നും പൂർണ്ണമായും പിന്നോട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് ഉൽപ്പാദനക്കുറവുണ്ടായതെന്ന് പറയുന്നു. ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ വിലത്തകർച്ച കൊണ്ട് വേണ്ട രീതിയിലുള്ള കൃഷി സംരക്ഷണം കൊടുക്കാൻ കർഷകന് സാധിക്കാത്തതാണ് ഇന്നത്തെ വിലത്തകർച്ചയ്ക്കും ഈ പ്രശ്നങ്ങൾക്കും മുഖ്യമായ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് വളരെ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം കേരളത്തിലുണ്ടാകും. കേരളത്തിലെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം കുറയുകയും ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വരികയും ചെയ്താൽ അത് തീർച്ചയായും കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ അത് ഗണ്യമായ പ്രശ്നങ്ങളുണ്ടാക്കും. തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യം വന്നാൽ കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ വരും. പുതിയതായി ആരും കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. കൃഷി സ്ഥലങ്ങൾ കാട് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം, കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് 70 കാലഘട്ടത്തിൽ 70% ഭക്ഷ്യവിളയും 30% നാണ്യവിളയും വ്യാവസായിക വിളകൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സാഹചര്യമാണ് അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് നേരെ തിരിച്ച് 30% മാത്രം ഭക്ഷ്യവിളയും 70%-ഓളം നാണ്യവിളകളും മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അപ്പോൾ നമുക്കൊരു ഭക്ഷ്യക്ഷാമത്തെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ പോക്ക്. ഇതിൽ നിന്നൊരു മാറ്റം വരുവാൻ സർക്കാർ മുൻകൈയെടുക്കണം. ഇത്തരം പ്രശ്നങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് പൊതുജന മനസാക്ഷിയുടെ മുൻപിൽ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ്, അതിന് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ്
കർഷക സ്വരാജ് സത്യാഗ്രഹ സമരം ഈ വെള്ളരിക്കുണ്ടിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സമരം കേരളത്തിലെ മുഴുവൻ കർഷകരും ഹൃദയത്തിലേറ്റിക്കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ കർഷക സ്വരാജ് സത്യാഗ്രഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ്. കുരങ്ങന്മാർ ശല്യം തേങ്ങ പറിച്ച് കളയുന്നു. അതിൽ നാശനഷ്ടം തേങ്ങ പറഞ്ഞു പോയാൽ 4 രൂപ 50 പൈസയാണ് നമുക്ക് നഷ്ടമായിട്ട് കൊടുക്കുക. ഇന്ന് നമുക്കറിയാം വിപണിയിൽ 30 രൂപ 35 രൂപ തേങ്ങയ്ക്ക് വിലയുണ്ട്. അതുപോലെ ഉൽപ്പാദനക്കുറവ്, അതുപോലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് സംയോജിതമായി അതിൻ്റെ വിള നാശത്തിൽ നഷ്ടം കൂട്ടിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു തെങ്ങ് നശിച്ചാൽ 770 രൂപയാണ് നമുക്ക് നഷ്ടമായി കിട്ടുന്നത്. അപ്പോൾ അതിനെല്ലാം കാലാനുസരിച്ചുള്ള ഭേദഗതി മാറ്റണം. അതുപോലെ തന്നെ 1972 വന്യ നിയമം ഭേദഗതി ചെയ്യണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വന്യമൃഗ ശല്യത്താൽ മരണപ്പെട്ടാൽ ചുരുങ്ങിയ 25 ലക്ഷം രൂപയിൽ നഷ്ടപരിഹാരം കൊടുക്കുക. ഇപ്പോൾ നിലവിൽ 10 ലക്ഷം രൂപ കൊടുക്കും. അതിൽ ആദ്യം തന്നെ 5 ലക്ഷം കൊടുത്തിട്ട് പിന്നെ ടാറ്റ പറഞ്ഞു പോരുന്നൊരു സാഹചര്യമാണുള്ളത്. അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായിട്ടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. അത് ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും പന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. കുരങ്ങ്, മയിൽ, ഇവിടെ ആനയുടെ ഒരു ശല്യം തുടങ്ങിയിട്ടില്ല. അതിനൊരു പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഒരു കർഷക സ്വരാജ് സംഘടന രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സമരമാണിത്. ഇതിൻ്റെ ഉദ്ദേശം വന്യമൃഗങ്ങളിൽ തുരത്തി കൃഷിക്ക് ആവശ്യമായ സജ്ജീകരണം ഒരുക്കുക എന്നുള്ളതാണ്. കൃഷി അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുക്കുക. 124 ദിവസമായി ഇവിടെ ഒരു സത്യാഗ്രഹം ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 100 മണിക്കൂർ സത്യാഗ്രഹം ഇരുന്നു. അതോടൊപ്പം തന്നെ മെയ് 27 തീയതി 48 മണിക്കൂർ ഇരുന്നു. കേരളത്തിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു സമരമാണിത്. ഇതൊരു പ്രാദേശിക സമരമല്ല. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ നമുക്കറിയാം, കേരളത്തിൻ്റെ വനം വകുപ്പാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ, ഈ വനം വകുപ്പിൻ്റെ. പക്ഷേ അവരാരും ശ്രദ്ധിക്കുന്നില്ല. ഈ കേരളത്തിലെ വനം വകുപ്പാണ് ഈ നമ്മുടെ വനം മുഴുവൻ നശിപ്പിച്ചതിനൊരു 90% ഉത്തരവാദികൾ. കാരണം കേരളത്തിൻ്റെ വനഭൂമിയിൽ 30% വനഭൂമിയാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ 21% വനം നശിപ്പിച്ചത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വനം വകുപ്പാണ്. അത് വെറുതെ പറയുന്നതല്ലേ, CAG റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നതാണ്. അതിന് 2250 സ്ക്വയർ കിലോമീറ്റർ വനത്തിൽ 1500 ചില്ലുവാനും കിലോമീറ്റർ വനം നശിപ്പിച്ചത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് വ്യക്തമായ കണക്കുണ്ട്. കാരണം അക്കേഷ്യ, തേക്ക്, യൂക്കാലി ഇതുപോലത്തെ വനങ്ങൾ വെച്ച് പിടിപ്പിച്ചു. സ്വാഭാവിക വനം പോയി. അവിടെ വന്യമൃഗങ്ങൾ ജീവിക്കാൻ മേലാത്തൊരവസ്ഥയായി. ചതുപ്പ് നിലയങ്ങൾ പോയി, വെള്ളം പറ്റി, അക്കേഷ്യ പോലും മൃഗം പിടിച്ച്. ഇതിൻ്റെ കസ്റ്റോഡിയനായ വനവകുപ്പാണ് ഇത് മുഴുവൻ നശിപ്പിച്ച്. എന്നിട്ട് ഇതിൽ കൃഷിക്കാരുടെ മേലാണ് തലയിടുന്നത്. കൃഷിക്കാരാണ് ഇപ്പോൾ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട്. കൃഷിക്കാരാണ് വനം നശിപ്പിച്ചത്. യഥാർത്ഥ കൃഷിക്കാരല്ല കൃഷിക്കാർ വനം നശിപ്പിച്ചത് 1977 മുൻപ് നിയമാനുസൃതം ഈ വനം അനുവദിച്ചിട്ടുണ്ട്. അത് വെറും 50 സ്ക്വയർ കിലോമീറ്ററാണ്. പിന്നെ ഇവിടെ വനം നശിപ്പിച്ചതിന് മുഖ്യം അതുപോലെ 450 സ്ക്വയർ കിലോമീറ്റർ വയനാട്ടിൽ മഞ്ഞക്കൊന്ന വെച്ച് നശിപ്പിക്കുക. അത് ഇതെല്ലാം കണക്ക് CAG റിപ്പോർട്ട് അനുസരിച്ച് കണക്കാണ്. അതുപോലെ എല്ലാ മേഖലകളും സർക്കാർ ചെയ്യുന്ന എല്ലാം. അതുപോലെ നമ്മൾ ആവശ്യപ്പെടുന്ന വേറൊരു കാര്യം ഇതാണ്, ഈ കൃഷി നശിക്കപ്പെടുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഒരു തേങ്ങ കുരങ്ങ് നശിപ്പിച്ച് കിട്ടുന്ന 4 രൂപയാണ്. എന്ത് അവകാശമാണ് ഈ 4 രൂപയാണ് തേങ്ങ കിട്ടുന്നത്? അതുപോലെ ഒരു 20 രൂപയും കൊടുക്കണം. അത് എല്ലാ മേഖലയിലും അതുപോലെ ഒരു മരണപ്പെട്ടെന്ന് കൊടുക്കുന്ന നഷ്ടപരിഹാരം വെറും തുച്ഛമാണ്. അതോടൊപ്പം തന്നെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന പന്നി പോലത്തെ വന്യജീവികളെ കൊല്ലാനുള്ള അധികാരം കർഷകന് കൊടുക്കുക. അതാണ് ഏറ്റവും എടുക്കേണ്ടത്. നശിപ്പിക്കുക. ഒരു പീരീഡ് കൊടുക്കുക. അല്ലെങ്കിൽ മുഴുവൻ വന്യമൃഗങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ട് അല്ല വേണ്ടത്. അതിനൊരു പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ വേണം വന്യമൃഗങ്ങൾക്കും ജീവിക്കണം, അതോടൊപ്പം മനുഷ്യർക്കും ജീവിക്കണം മുദ്രാവാക്യമാണ് നമ്മൾ ഉയർത്തി കാണിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് മാത്രം വന്യമൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും, അതാണ് മുദ്രാവാക്യത്തിൻ്റെ ഇത്. അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പീരീഡ് നമുക്കൊരു വിദേശ രാജ്യങ്ങൾ പോലെ ഒരു ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് കൊല്ലാനുള്ള നിയമാനുസൃതമുണ്ട്. വയനാട്ടിലുള്ള വന്യമൃഗത്തിലുള്ള ചില വന്യജീവി സങ്കേത കേന്ദ്രത്തിൽ 120 അല്ല 80 മുതൽ 120 ആനയ്ക്ക് ജീവിക്കാനുള്ള ഇതുള്ളൂ, സാഹചര്യമുള്ളൂ. പക്ഷെ അവിടെ എത്രയാണ് ആനകൾ? ആവാസ വ്യവസ്ഥ വ്യവസ്ഥ അനുസരിച്ച് തന്നെ ഒരു കൃത്യ നിയമമുണ്ട്. ഒരു ആനയ്ക്ക് ജീവിക്കാനുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ ഇരട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അത് ഇവിടെ ഏതെങ്കിലും ഇല്ലാത്ത മേഖല കൊണ്ടുവിടുക, അല്ലെങ്കിൽ കൊന്നുകളയുക.
അതാണ് എന്നെ വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും നമ്മൾ വന്യമൃഗങ്ങൾക്ക് എതിരില്ല, പക്ഷേ മനുഷ്യർക്ക് എതിരാകാൻ പാടില്ല. മനുഷ്യരെ ഒരു കാരണവശാലും ജീവിക്കാൻ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇതൊരു കാരണവശാലും ജീവിക്കാൻ മേലൊരു അവസ്ഥയാണ്. കാരണം ഇതിൻ്റെ പ്രത്യാഘാതം വരാൻ പോകുന്നതിന് ഭാവിയില്ലല്ലോ. ഇപ്പം തന്നെ അറിയൂ, ഒരു ഭക്ഷ്യവസ്തുക്കൾ തിന്ന് ജീവിക്കാൻ മേലാത്ത അവസ്ഥയാണ്. നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും ഈ കാർഷിക മേഖലയിൽ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ദോഷം എല്ലാം കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഉൽപ്പാദനങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതൊരു രോഗങ്ങൾ ഇതെല്ലാം കൊണ്ട് അവരൊരു ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അവർ സ്വന്തമായിട്ട് ജീവിക്കാൻ ആവശ്യ വസ്തുക്കൾ ഉണ്ടാക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കർഷകന് തീരെ തീരെ വെച്ചാൽ ഒന്നും മേലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വന്നേ തീരുള്ളൂ. ഞങ്ങൾ ഈ സ്വരാജ്യ സമരം കേരളത്തിന് ഇപ്പം പല മേഖലകളിൽ ഇതായിട്ടുണ്ട്. ഇന്ന് എറണാകുളത്ത് 100 മണിക്കൂർ ഉപവസിക്കുന്നുണ്ട്. നാളെ കണ്ണൂരുണ്ട്. നാളെ 3 മണിക്ക് മുതൽ 50 മണിക്കൂർ അത് പിന്നെ എറണാകുളത്തുണ്ട്. അങ്ങനെ ഈ വിവിധ മേഖലകളിൽ പിന്നെ സമരമുണ്ട്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട്. വനം വകുപ്പോ നമ്മളെ ഒരു കാര്യത്തിനും ഇടപെടാത്തതുകൊണ്ട് മൃഗങ്ങളുടെ ശല്യം കാട്ടിൽ കുരങ്ങന്മാർ തേങ്ങ പോലെയുള്ള വിഭവങ്ങളൊന്നും അത് വച്ചേക്കുന്നില്ല. കുരങ്ങൻ്റെ ശല്യം, റോട്ടിലിറങ്ങിയാൽ നായ്ക്കൾ, പട്ടി, ഈ 3 വിഭാഗം കൂടി ഉണ്ടാകുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യത്തിലെത്തി. ഒരിക്കലും യാതൊരു ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ശ്രീമാൻ സണ്ണി വൈഗട ചെയർമാനും ബേബി ചെമ്പരത്തി കൺവീനറും ആയിക്കൊണ്ട് നമ്മളൊരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കുകയും 124 ദിവസം മുമ്പാണ് നമ്മൾ ഈ സമരത്തിന് തുടങ്ങാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് 124ാമത്തെ ദിവസവും എല്ലാ ദിവസവും 4 മണി മുതൽ 6 മണി വരെയുള്ള സത്യാഗ്രഹ പരിപാടി ഇവിടെ നടക്കുകയാണ്. ഇതോടനുബന്ധിച്ച് കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തം തന്നെ രാജസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരെ നേതാക്കന്മാരിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അതിന് പിന്തുണ അറിയിച്ചുകൊണ്ടും ഇതിൻ്റെ സമരം ഒരു വൻ വിജയമാക്കിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരാളുടെ ആവശ്യമല്ല, നാട്ടിലുള്ള എല്ലാവർക്കും ജീവിക്കണം. മൃഗങ്ങൾക്ക് മാത്രം പോരാ. ഇപ്പോൾ പന്നിയാണ് നമ്മുടെ മെയിൻ വിഷയം. പന്നിയെ വെടിവെച്ച് കൊല്ലാനിപ്പോൾ ഓർഡറാക്കിയിട്ടുണ്ട്. വെടിവെച്ച് കൊന്ന് മണ്ണെണ്ണി ഒഴിച്ചിട്ട് കുഴിച്ചിടാൻ അതുകൊണ്ടാണ് വരുന്നത്. എന്നാൽ ആ മണ്ണെണ്ണി ഒഴിച്ചത് ഒഴിവാക്കിയിട്ട് ആ പന്നിയെ വെടിവെച്ച് കഴിഞ്ഞാൽ ലേലം ചെയ്താൽ മതി. സർക്കാർ ചിലതിൽ ലേലം ചെയ്താൽ പഞ്ചായത്തോ സർക്കാരോ അതിൻ്റെ ഫണ്ട് എടുക്കട്ടെ. എന്നിട്ട് സാധാരണക്കാർക്ക് ഇവിടെ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ചെയ്യുന്നത്. പന്നിയെ പിടിച്ച് മണ്ണെണ്ണി ഒഴിച്ചിട്ട് കുഴിച്ചിടണം. അങ്ങനെയുള്ള ഉള്ള നിയമത്തിനെതിരെയാണ് നമ്മളുടെ സമരം. കാലാവസ്ഥാ വ്യതിയാനവും മറ്റ് രോഗങ്ങൾ മൂലം കാർഷിക മേഖല പാടെ തകർന്നിരിക്കുകയാണ്. അതിനിടയിലാണ് വന്യജീവി സംഘർഷങ്ങൾ കാർഷിക മേഖലയെ തച്ചുടയ്ക്കുന്നത്. ഇതിൽ ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.